കേരളത്തിലെ ജലോത്സവങ്ങൾ. കേരളം ജലോത്സവങ്ങളുടെ നാടാണ്. മഴക്കാലം തീരുന്നതോടെയാണ് നമ്മുടെ നദികളിലും കായലുകളിലും ജലോത്സവങ്ങളുടെ കൊട്ടും പാട്ടും ആരവങ്ങളും ഉയർന്നു പൊങ്ങാൻ തുടങ്ങുന്നത്. മിക്കവാറും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കൂടുതൽ ജലോത്സവങ്ങളും നടത്തപ്പെടുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ചുണ്ടൻ വള്ളങ്ങളും പുഷ്പമാല്യങ്ങൾ ചാർത്തിയ ഇരുട്ടുകുത്തികളും മുത്തുകുടകൾ ചൂടിയ വെപ്പുവള്ളങ്ങളും പീലി വിരിച്ച മയിലുകളെ പോലെ ഇളകിയാടുന്ന ചുരുളൻ വള്ളങ്ങളുമെല്ലാം ജലപ്പരപ്പിൽ വസന്തം വിരിയിക്കും. വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ മൂളി മത്സരവള്ളങ്ങൾ ജലപ്പരപ്പിലൂടെ കുതിച്ചുപായാൻ തുടങ്ങുമ്പോൾ തീരങ്ങളിൽ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കായ പ്രേക്ഷക മനസ്സുകളിൽ ആവേശ പൂത്തിരികൾ കത്തിപ്പടരും. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടുവേണം കുഴൽ വേണം കുരവ വേണം എന്നുള്ള ശീലുകൾ ജനമനസ്സുകളിൽ തിരയടിയായി ഉയർന്നു പൊങ്ങും. ചുണ്ടൻ, ചുരുളൻ, ഇരുട്ടുകുത്തി, വെപ്പ് എന്നിങ്ങനെ 4 ഇനം വള്ളങ്ങളാണ് നമ്മുടെ ജലോത്സവങ്ങളിൽ പ്രധാനമായും അണിനിരക്കുന്നത്. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ആറന്മുള വള്ളംകളിയും മൂലം നാളിൽ നടക്കുന്ന ചമ്പക്കുളം വള്ളംകളിയും പ്രാചീനത കൊണ്ട് മികച്ചു നിൽക്കുന്നു. വള്ളം കളിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. അതിൽ ചിലത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങളുടെ കഥയാണ്. മറ്റു ചിലതാകട്ടെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. ചെമ്പകശ്ശേരി രാജാവും കായംകുളം രാജാവും ഒരു കാലത്ത് ബദ്ധശത്രുക്കളായിരുന്നു അത്രേ. കായംകുളം രാജാവിനെ എളുപ്പത്തിൽ അടിയുറവ് പറയിക്കാൻ എന്താണൊരു വഴി? ചെമ്പകശ്ശേരി രാജാവ് ഊണുമുറക്കവുമില്ലാതെ ആലോചന തുടങ്ങി. അപ്പോഴാണ് അവിടുത്തെ വലിയ പടത്തലവൻ രാജാവിന് ഒരു സൂത്രം ഉപദേശിച്ചു കൊടുത്തത്. എന്താണെന്നോ, കായലിലൂടെ വള്ളം തുഴഞ്ഞു എന്ന് യുദ്ധം ചെയ്താൽ വളരെ വേഗത്തിൽ കായംകുളം രാജാവ് തോറ്റോടും. പടത്തലവന്റെ സൂത്രം കൊള്ളാമെന്ന് ചെമ്പകശ്ശേരി രാജാവിന് തോന്നി. പക്ഷേ അതിനു പറ്റിയ വള്ളം വേണ്ടേ? അതെവിടെ? രാജാവിന് പിന്നെയും തലവേദനയായി. ഒടുവിൽ അദ്ദേഹം പടത്തലവനെയും കൂട്ടി കുട്ടനാട്ടിലെ തച്ചുശാസ്ത്ര വിശാരദനായ വെങ്കടയിൽ നാരായണനാചാരിയെ തേടിപ്പിടിച്ചു. വിവരം മനസ്സിലാക്കിയ ആചാരി അന്നു തന്നെ കൊതുമ്പുകൊണ്ട് ഒരു വള്ളത്തിന്റെ മാതൃകയുണ്ടാക്കി തിരുമേനിയെ കാണിച്ചു. പടയാളികൾക്ക് സുഖമായി ഇരിക്കാനും പീരങ്കി കടിപ്പിച്ച് വെടിവെക്കാനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. നീണ്ടു കൂർത്ത ആ വള്ളം അദ്ദേഹത്തിനും പടത്തലവനും നന്നേ ഇഷ്ടമായി. വെള്ളത്തിലൂടെ ശരം പോലെ പാഞ്ഞു പോകാൻ ആ വള്ളത്തിന് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ഒട്ടും വ്യത്യാസം കൂടാതെ എത്രയും വേഗം വള്ളത്തിന്റെ പണി പൂർത്തിയാക്കാൻ രാജാവ് നാരായണനാചാരിയോട് കൽപ്പിച്ചു. ഏതാനും ദിവസങ്ങൾ അത്യധ്വാനം ചെയ്ത് ആചാരി അതിന്റെ പണി പൂർത്തിയാക്കി. രാജാവും കൂട്ടനും അതിന് പടക്കപ്പൽ എന്നാണ് പേരിട്ടത്. ചെമ്പകശ്ശേരി രാജാവിന്റെ പുത്തൻ പടക്കപ്പലിനെ കുറിച്ച് കായംകുളം രാജാവ് ചാരന്മാർ മുഖേന അറിഞ്ഞു. പുതിയ മാതൃകയിൽ പണിതീർത്ത ആ വള്ളത്തെയും അതിൽ വരുന്ന പടയാളികളെയും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. കായംകുളം രാജാവ് അന്ന് തന്നെ പരമരഹസ്യമായി നാരായണനാചാരിയെ തന്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. രാജാവ് ആജ്ഞാപിച്ചു, തച്ചനാരെ, ചെമ്പകശ്ശേരി രാജാവിന് പണിതു കൊടുത്തതുപോലെ ഒരു വള്ളം താങ്കൾ നമുക്കും പണിതു തരണം. കായംകുളം രാജാവും ഒരു രാജാവ് തന്നെയല്ലേ? രാജാജ്ഞയെ ധിക്കരിക്കാൻ പാവം ആചാരിക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. നാരായണനാചാരി അധികം വൈകാതെ അതുപോലൊരു വള്ളം പണി ചെയ്ത് ഇരുചെവി അറിയാതെ കായംകുളം രാജാവിന് സമ്മാനിച്ചു. രാജാവിന് ഇതിൽ പരം സന്തോഷം വേറെയുണ്ടോ? അദ്ദേഹം നിന്ന നിൽപ്പിൽ കുതിച്ചു ചാടി. പടക്കപ്പൽ കയ്യിൽ വന്നതിന്റെ അഹന്തയിൽ കായംകുളം രാജാവ് ചെമ്പകശ്ശേരി രാജാവിനെ വെല്ലുവിളിച്ചു. വരിൻ, ധൈര്യമുണ്ടെങ്കിൽ വരിൻ. ചെമ്പകശ്ശേരി രാജാവ് സകല സന്നാഹങ്ങളോടും കൂടി ഒരു ദിവസം പടക്കപ്പലിൽ കയറി കായംകുളത്തെ ആക്രമിക്കാൻ ചെന്നു. അപ്പോൾ കണ്ടതോ, കായംകുളത്തും അതാ ഒരു പുത്തൻ പടക്കപ്പൽ തങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കിടക്കുന്നു. ഇതെന്തു കഥ? നാരായണാചാരി നമ്മെ ചതിച്ചിരിക്കുന്നു. അയാൾ 2 വള്ളത്തിലും ഒപ്പം കാൽ വച്ചിരിക്കുന്നു. ആ ചതിയന്റെ കഥ ഇന്നു തന്നെ തീർക്കണം. ക്രുദ്ധനായ രാജാവ് ആക്രോശിച്ചു. ഹേ പടയാളികളെ, നമ്മുടെ പടക്കപ്പൽ വേഗം തിരിച്ചുവിട്ടോളൂ. രാജാജ്ഞ കേൾക്കേണ്ട താമസം പടയാളികൾ വള്ളം ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചുവിട്ടു. എല്ലാവരും ചേർന്ന് പിറ്റേ ദിവസം തന്നെ നാരായണാചാരിയെ പിടിച്ചുകെട്ടി രാജധാനിക്ക് മുന്നിൽ കൊണ്ടുവന്നു. എടാ ചതിയാ, രാജ്യദ്രോഹി, നാം നിന്റെ തലവെട്ടാൻ കൽപ്പിക്കുന്നു. അവസാനമായി വല്ലതും പറയാനുണ്ടെങ്കിൽ കേൾക്കട്ടെ, രാജാവ് ആജ്ഞാപിച്ചു. അടിയൻ ഒരു ചെറിയ കാര്യം ഉണർത്തിക്കാനുണ്ട്, നാരായണനാചാരി ഒരു ചെറു പുഞ്ചിരിയോടെ അറിയിച്ചു. എന്താണത്? കേൾക്കട്ടെ. രാജാവ് ആചാരിയെ അമർഷത്തോടെ നോക്കി. കായംകുളം രാജാവിന് വള്ളം തീർത്തപ്പോൾ അടിയൻ ഒരു പ്രത്യേക സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്, ആചാര്യ അറിയിച്ചു. സൂത്രമോ? അതെന്താ? രാജാവ് ചെവി കൂർപ്പിച്ചു. കായംകുളത്തെ വള്ളത്തിലിരുന്ന് പീരങ്കി പൊട്ടിക്കുമ്പോൾ
വള്ളം ഒരടി പിന്നോട്ട് പോകും. ചെമ്പകശ്ശേരിക്കാരുടെ വള്ളത്തിലിരുന്ന് പീരങ്കി പൊട്ടിക്കുമ്പോൾ ഒരടി മുന്നോട്ട് കുതിക്കും. കായംകുളം രാജാവ് തോൽക്കാൻ വേണ്ടി അടിയൻ ചെയ്ത സൂത്രം അതാണ്. ഭേഷ് ബലേ ഭേഷ്. അക്കാര്യം നമുക്ക് മനസ്സിലായില്ല. ആചാര്യ ക്ഷമിക്കൂ. അദ്ദേഹം നാരായണനാചാര്യയെ കൈവണങ്ങി. താമസിയാതെ ചെമ്പകശ്ശേരി രാജാവ് കായംകുളം രാജാവുമായി വീണ്ടും ഏറ്റുമുട്ടി. നാരായണനാചാര്യ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിൽ കായംകുളം രാജാവ് തോറ്റു തുലഞ്ഞു. ചെമ്പകശ്ശേരി രാജാവിനുണ്ടായ ആനന്ദത്തിന് അതിരില്ല. നാരായണനാചാര്യയുടെ അത്ഭുതകരമായ കഴിവിൽ അദ്ദേഹം അഭിമാനം കൊണ്ടു. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി രാജാവ് ആചാര്യയെ അനുഗ്രഹിച്ചു. നാരായണനാചാര്യയുടെ അന്നത്തെ ആ പടക്കപ്പലാണത്രേ പിൽക്കാലത്ത് ചുണ്ടൻ വള്ളം എന്ന പേരിൽ പ്രസിദ്ധമായത്. ഈ കഥ കേട്ടതുകൊണ്ട് നമ്മുടെ വള്ളം കളിയിൽ ചുണ്ടൻ വള്ളം മാത്രമേയുള്ളൂ എന്ന് ആരും കരുതരുത്. ഓടി, വെപ്പ്, ചുരുളൻ തുടങ്ങിയ വള്ളങ്ങളും നമ്മുടെ ജലോത്സവങ്ങളിൽ സജീവമാണ്. കേരളത്തിലെ ജലോത്സവങ്ങളിൽ കൂടുതലും കുട്ടനാടൻ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടന്നുവരുന്നത്. ചമ്പക്കുളം വള്ളംകളി, ആറന്മുള വള്ളംകളി, പായിപ്പാട്ട് വള്ളംകളി, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി, താഴത്തങ്ങാടി വള്ളംകളി എന്നിവയെല്ലാം പ്രസിദ്ധമായ ജലോത്സവങ്ങളാണ്. 1952 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന ഈ ജലോത്സവം ഇപ്പോൾ വിശ്വപ്രസിദ്ധമായി തീർന്നിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ അവസാന ദിനമായ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ നടക്കുന്ന ഒരു ജലമേളയാണ് ഉത്രട്ടാതി വള്ളംകളി. ഇതുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ആറന്മുള ക്ഷേത്രത്തിലെ ഓണസദ്യയ്ക്ക് വേണ്ട പച്ചക്കറി സാധനങ്ങളും അരിയും പായസത്തിനുള്ള ശർക്കരയും തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കയറ്റിയ ഒരു തോണി മന്ദം മന്ദം നീങ്ങുകയായിരുന്നു. തിരുവോണത്തോണി എന്നാണ് ജനങ്ങൾ അതിന് പേരിട്ടിരുന്നത്. ഐരൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറെ തെമ്മാടികൾ നീന്തി വന്ന് വള്ളത്തിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കവർച്ച ചെയ്യാൻ തുടങ്ങി. വള്ളക്കാരുടെ വിലാപം കേട്ട് ചുറ്റും താമസിക്കുന്ന ആളുകൾ ചെറുവഞ്ചികളിൽ പാഞ്ഞെത്തി. അവർ പങ്കായം കൊണ്ട് തെമ്മാടികളെല്ലാം അടിച്ചോടിച്ചു. ഇനിയും കുഴപ്പമുണ്ടാകാതിരിക്കാൻ ക്ഷേത്ര കടവ് വരെ അവർ തോണിക്ക് അകമ്പടി സേവിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം തിരുവോണത്തോണിക്കൊപ്പം കുറെ അകമ്പടി വള്ളങ്ങളും വേണമെന്ന് നിശ്ചയിച്ചു. ഉത്രാട ദിവസം രാത്രിയിലാണ് തിരുവോണത്തോണിയും അകമ്പടി വള്ളങ്ങളും ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. രാത്രിയായതിനാൽ ഈ ജലഘോഷയാത്ര നേരിൽ കാണാനോ അതിൽ പങ്കെടുക്കുവാനോ നദിക്കരയിൽ പാർക്കുന്നവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഓണമഹോത്സവത്തിന്റെ സമാപന ദിനമായ ഉത്രട്ടാതി നാളിൽ നാട്ടിലെ എല്ലാ വള്ളങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ ജലോത്സവം നടത്താമെന്ന് ക്ഷേത്ര ഭാരവാഹികളും കരക്കാരും തീരുമാനിച്ചു. അതാണ് പേരുകേട്ട ആറന്മുള വള്ളംകളിയായി വളർന്നത്. ഇതേ തുടർന്ന് പല നാടുകളിലും ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഗോതുരുത്ത് വള്ളംകളി, കോട്ടപ്പുറം വള്ളംകളി, പറവൂർ വള്ളംകളി, തുരുത്തൂർ ജലമേള, പനങ്ങാട് ജലോത്സവം, ചമ്പക്കര വള്ളംകളി, കണ്ടശാംകടവ് വള്ളംകളി, നെട്ടൂർ വള്ളംകളി, പാവറട്ടി വള്ളംകളി, ഒരുമനയൂർ വള്ളംകളി, കാറളം വള്ളംകളി എന്നിങ്ങനെ ഒത്തിരി ജലോത്സവങ്ങൾ രൂപപ്പെട്ട് നടന്നു വരുന്നുണ്ട്.